ഹൈ ദർ, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് CSS യൂണിറ്റ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് CSS യൂണിറ്റ്സ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ടൈമിന് ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ നമുക്ക് ലെന്ത് മെഷർ ചെയ്യാൻ ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ CSSലും ലെന്ത് മെഷർ ചെയ്യാനായിട്ട് പല യൂണിറ്റുകളുണ്ട്. ഓക്കെ, ഒരുപാട് യൂണിറ്റുകളുണ്ട്. CSSനെ സംബന്ധിച്ചോളം ഏകദേശം 15-ലധികം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സെൻറ്റിമീറ്റർ ഒരു യൂണിറ്റാണ്, ഇഞ്ചസ്, മില്ലിമീറ്റർ, ഇതെല്ലാം യൂണിറ്റ്സ് ആണ്. ഓക്കെ, അതായത് നമ്മൾ CSSൽ എന്തെങ്കിലും ഒരു ഇമേജ് കൊടുക്കുകയാണ്, അതല്ലെങ്കിൽ നമ്മളൊരു ബോക്സോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുവാണെങ്കിലും അതിന് നമ്മൾ ലെന്ത്, വിഡ്ത്ത്, ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോൾ അതിനൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് പ്രോപ്പർട്ടികൾ നമ്മൾ ഒരു യൂണിറ്റിലാണ് നമ്മൾ നേരത്തെ പിക്സൽസിലാണ് കൊടുത്ത് പഠിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ CSSൽ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. ആ യൂണിറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് CSSൽ വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റിമീറ്റർ യൂണിറ്റ് ആണ്. സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മില്ലിമീറ്റേഴ്സ് ഉണ്ട്, ഇഞ്ചസ് ഉണ്ട്. ഓക്കെ, ഒരു ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 96 പിക്സൽസ് ആണ്. നമ്മൾ നേരത്തെ തന്നെ ഇതിനു മുമ്പുള്ള എല്ലാ കാര്യത്തിലും പിക്സൽസിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് PX എന്ന് എഴുതുമ്പോൾ പിക്സൽസിലാണ് വരുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ CSSലുള്ള ഒരു യൂണിറ്റാണ് സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്, മില്ലിമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ യൂഷ്വലി സെൻറ്റിമീറ്റേഴ്സിലും മില്ലിമീറ്റേഴ്സിലും ഒന്നും ഉപയോഗിക്കാറില്ല. മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് പിക്സൽസ് ആണ്. ഓക്കെ, അപ്പം ഒരു ഇഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 96 പിക്സൽസ് ആണ്. ഇപ്പോൾ നമ്മൾ പിക്സൽസിൽ നോക്കുകയാണെങ്കിൽ PX എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പിക്സൽസിൽ ഒരു പിക്സൽ എന്ന് പറയുന്നത് ഏകദേശം 0.0264 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, 0.0264 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഒരു പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഈ പിക്സൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. ഒരു പിക്സൽ എന്ന് പറയുന്നത് നമ്മളൊരു ഇമേജ് പരമാവധി സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബ്ലോക്സ് ബൈ ബോക്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഓരോ ബോക്സ് ഇങ്ങനെ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. ഓക്കെ, സോ അതാണ് സിംഗിൾ പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാനായിട്ട്, അതായത് എന്താണ് പിക്സൽസ് എന്ന് കാണിക്കാനായിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഇമേജ് ഇങ്ങനെ സൂം ചെയ്ത് പോകുമ്പോൾ ഞാൻ നന്നായിട്ട് സൂം ചെയ്യാൻ പോവാണ് ഇമേജ്. ഓക്കെ, നന്നായിട്ട് സൂം ചെയ്യാൻ പോവാണ്, ഒരുപാട് സൂം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് സൂം ചെയ്ത് പോയിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ബ്ലോക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു ബ്ലോക്കായിട്ട് വരുന്നുണ്ടോ? ഇതാണ് ആക്ച്വലി പിക്സൽസ് എന്ന് പറയുന്നത്. ഇനിയും ഇത് സൂം ചെയ്യാൻ പറ്റും. ഇനിയും സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഇൻഡിവിജ്വൽ ബ്ലോക്കായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഓരോ കോളംസ് വരുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ആക്ച്വലി പിക്സൽസ് എന്ന് പറയുന്നത്. ഞാൻ നന്നായിട്ട് സൂം ചെയ്ത് കഴിയുമ്പം ഓരോ ബോക്സിൽ നിങ്ങൾക്ക് ഓരോ കളർ ഫില്ല് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ആക്ച്വലി ഓരോ ബോക്സ് ആണ്. ഈ കാണുന്ന ഒരു ഐറ്റമാണ് പിക്സൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനി നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഇതിനി സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും വരത്തില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഫോട്ടോസോ മറ്റ് ഇമേജസോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതൊരു ബ്ലോക്ക് ലെവൽ ഐറ്റമാണ്. ഇതാണ് സിംഗിൾ പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കാണുന്നതാണ് പിക്സൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ പിക്സൽസ് റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് നമുക്കൊരു ഇമേജ് ആയിട്ട് ഫോം ആയിട്ട് വരുന്നത്. അതാണ് നമ്മൾ കാണുന്ന വിഷ്വൽ എലമെൻറ്റ് അല്ലെങ്കിൽ ആ വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് പിക്സൽസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1920 × 1080 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടെ 1920 എന്ന് കൊടുത്തിരിക്കുന്നത് ഇത് വിഡ്ത്താണ്. അതായത് 1920 പിക്സൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് 1080 പിക്സൽസ് താഴോട്ടും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് പിക്സൽസ് എന്ന് പറയുന്നത്. അപ്പം ഒരു പിക്സൽസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പിക്സൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഒരു പിക്സലാണ്. ഇതിൻ്റെ ഒരു സെൻറ്റിമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ 0.264 സെൻറ്റിമീറ്റർ ആണ്. അതായത് അതായത് ഒരു സെൻറ്റിമീറ്ററിന് താഴെ 0.264 സെൻറ്റിമീറ്റർ ആണ് ഒരു പിക്സലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കാണുന്ന സിംഗിൾ ബ്ലോക്കാണ് ഒരു പിക്സൽ എന്ന് പറയുന്നത്. ഈ പിക്സൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്ത് ഒരു സിംഗിൾ കളേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കളർ പിക്കർ വെച്ച് ഞാൻ കാണിക്കുമ്പം ഒരു കളർ മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുള്ളൂ. ഈ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമ്മൾ പെൻ ടൂളോ മറ്റെന്തെങ്കിലും ടൂൾ വെച്ച് എന്തെങ്കിലും ഒരു കാര്യം ഇതിൻ്റെ അകത്ത് റൈറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് പോയി കഴിഞ്ഞാൽ പിക്സൽ ലെവലിലായിരിക്കും അത് ഫില്ലായിട്ട് വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ആക്ച്വലി വൈറ്റ് ലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ലൈൻ ഇവിടെ വിസിബിൾ ആയിരിക്കില്ല. പക്ഷേ ഞാനിവിടെ പെൻസിൽ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പെൻസിൽ ടൂൾ എന്ന് പറയുന്നത്. ഫോട്ടോഷോപ്പിൽ നമ്മൾ ഫോട്ടോഷോപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും.
ഇനി ഞാനിത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് നോക്കിയാൽ കാണാൻ സാധിക്കും എനിക്ക് ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ ഡ്രോ ചെയ്യുവാണെങ്കിൽ അത് ആക്ച്വലി എങ്ങനെയാണ് ഡ്രോ ആവുന്നത്, പിക്സൽ ബൈ പിക്സൽ ആയിട്ടാണ് ഡ്രോ ആവുന്നത്. ഓക്കെ, ഇതാണ് ഒരു പിക്സൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഈ പിക്സൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ഒരുപാട് പിക്സൽസ് വരുന്ന കാരണമുണ്ട്. ഇതുണ്ടോ, ഇത് സൂം ഔട്ട് ചെയ്യുമ്പോൾ തന്നെ, അതായത് നമ്മൾ സൂം റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ പിക്സൽസ് ചെറുതായിട്ട് വരുന്ന കാണാൻ സാധിക്കും. അതുപോലെ ഒരുപാട് പിക്സൽസ് ഇവിടെ നമുക്കുണ്ട്. ഈ പിക്സൽസ് എല്ലാം സൂം ഔട്ടും സൂം ചെയ്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ സാധാരണ എന്തെങ്കിലും ഒരു ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പിൽ വെച്ച് വെറുതെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇങ്ങനെ 1000 പിക്സൽസ്, അതായത് 1920 പിക്സൽസ് ഇങ്ങോട്ടും അതുപോലെ തന്നെ 1050 പിക്സൽസ് താഴോട്ടും വെച്ചിട്ടാണ് ഈ ഒരു എൻ്റയർ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഞാനിവിടെ നേരത്തെ വരച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഞാൻ 1-2 പിക്സൽ മാത്രമേ ഡ്രോ ചെയ്തിട്ടുള്ളൂ. അതിപ്പം ഇൻവിസിബിൾ ആയിട്ടുണ്ട്. കാരണം ഓക്കെ, ഒരുപാട് പിക്സൽസ് വരുന്ന കാരണം കൊണ്ട് നമുക്കത് വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, സോ ഇതാണ് പിക്സൽ എന്ന് പറയുന്നത്. സോ നമ്മൾ വെബ്സൈറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, മറ്റെന്താ കാര്യത്തിലും നമ്മൾ പിക്സൽസിലാണ് വാല്യൂസ് കൊടുക്കുന്നത്. ഇനി ചില എക്സെപ്ഷനിൽ നമ്മൾ പെർസെൻറ്റേജിലും EMലും വാല്യൂസ് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ അതായത് നമ്മൾ പിക്സൽസിലായിരിക്കും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ സാധാരണ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ ഒക്കെ സാധാരണ സ്കെയിൽ വെച്ച് ഉപയോഗിക്കുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പക്ഷേ നമ്മൾ സിസ്റ്റത്തിൽ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പിക്സൽസിലായിരിക്കും കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഇത്രയും പിക്സൽസ് ഉള്ള ഇമേജാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഇമേജിനെ കൺട്രോൾ ചെയ്യാൻ, ഇതിനെ സെൻറ്റിമീറ്റർ വെച്ച് കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു പിക്സൽസിനെ സെൻറ്റിമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു സെൻറ്റിമീറ്ററിൻ്റെ വാല്യൂസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വരണമെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ പിക്സൽസ് വാല്യൂ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ആൾറെഡി പിക്സൽസിലായതുകൊണ്ട് തന്നെ മറ്റേത് നമുക്ക് മാച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത് ജസ്റ്റ് ഒരു യൂണിറ്റ് മാത്രമാണ്. അപ്പം പരമാവധി പിക്സൽസിൽ തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെർസെൻറ്റേജ് വാല്യൂസിന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ EM പോലത്തെ ചില വാല്യൂസ് ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്, ഇഞ്ചസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യാറില്ല. EM പോലത്തെ വാല്യൂസ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിലാണ്. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പിക്സൽസ് വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഞാനിവിടെ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഡിവിഷൻ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ എന്തെങ്കിലും സ്റ്റൈൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിന് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് പിക്സൽസിൽ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വിഡ്ത്ത് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റൈൽ ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിവിഷനാണ് സ്റ്റൈൽ കൊടുക്കേണ്ടത്. ഡയറക്റ്റ് ആർട്ടിസ്റ്റ് ടാഗ് ആണെങ്കിൽ ടാഗ് നെയിം മാത്രം കൊടുത്താൽ മതി. അതുപോലെ ക്ലാസ്സസ് IDs ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡോട്ട് സിമ്പിളും അതുപോലെ തന്നെ ഹാഷ് സിമ്പിളും ഉപയോഗിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഡിവിഷന് ഞാനിപ്പോൾ ഒരു വിഡ്ത്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, വിഡ്ത്ത് ഞാനൊരു 100px കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഹൈറ്റും 100px കൊടുക്കാൻ പോവാണ്. ഇതെല്ലാം നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ച പ്രോപ്പർട്ടീസാണ്. നമ്മൾ ആദ്യം മുതൽ HTML സെക്ഷനിൽ മുതൽ ഈ CSS വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് CSS പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിന് 100px കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഡിഫറൻസ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളറും കൂടെ കൊടുക്കണം. അപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. കുറച്ച് ഈ ഒരു കളറിന് നമുക്ക് തൽക്കാലം ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ വയലറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാൻ സാധിക്കും. ഇതാണ് പിക്സൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു വാല്യൂ ആണ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവായിട്ട്, അതായത് അതിൻ്റെ പേരൻ്റ് എലമെൻറ്റിനോട് റിലേറ്റീവായിട്ടാണ് പേഴ്സൻറ്റേജ് വാല്യൂ കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാൻ 100% എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ പേരൻ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോഡിയാണ്. അതായത് ഇപ്പോൾ ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പേരൻ്റ് എലമെൻറ്റ്, ഈ ഡിവിഷൻ്റെ പേരൻ്റ് എലമെൻറ്റ് ഏതാണ്, ബോഡിക്കകത്താണ് ഡിവിഷൻ ടാഗ് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡിവിഷൻ്റെ പേരൻ്റ് എന്ന് പറയുന്നത് ബോഡിയാണ്. ഈ ബോഡിയോട് റിലേറ്റീവായിട്ടായിരിക്കും നമ്മൾ ഇതിന് പേഴ്സൻറ്റേജ് വാല്യൂസ് കൊടുക്കുമ്പോൾ വരുന്നത്. അപ്പം ബോഡിയുടെ റിലേറ്റീവ് ആണെങ്കിൽ 100% എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും, മുഴുവനായിട്ടും ബോഡിയുടെ സൈസ് എടുക്കും. ഓക്കെ, അതുപോലെ തന്നെ ഹൈറ്റ് 100% എടുത്തു കഴിഞ്ഞാൽ ബോഡിയുടെ മുഴുവൻ സൈസും എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പേഴ്സൻറ്റേജ് കൊടുത്ത് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് സേവ് ചെയ്യാം. പേഴ്സൻറ്റേജ് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബോഡിയുടെ എത്രമാത്രം സൈസ് എടുത്തിട്ടുണ്ടോ അതേ സൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതായത് ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു കഴിഞ്ഞാൽ ബോഡിക്ക് എവിടെയൊക്കെയാണ് വരുന്നത് ആ ഭാഗത്ത് മുഴുവനായിട്ടും ബോഡിയുടെ കംപ്ലീറ്റ് സ്ഥലവും ഇതിൻ്റെ പേഴ്സൻറ്റേജ് വാല്യൂ കൊടുത്തപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഇവിടെ ചെറിയൊരു സ്പേസിങ് ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ ചെറിയൊരു സ്പേസിങ് ഉണ്ട്. സാധാരണ നമ്മൾ ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതുണ്ടാവില്ല, ഈ ഒരു സ്പേസിങ് കാണത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ബോഡിയിൽ HTML എല്ലാ ടാഗിനും ചില ഡീഫാൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ HTML സെക്ഷന് മുന്നേ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്
നമ്മൾ 2 പാരഗ്രാഫ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതെങ്കിൽ ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പുതിയൊരു ലൈന് ക്രിയേറ്റ് ആവുന്നു. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ ഹെഡിങ് ആൻഡ് പാരഗ്രാഫ് ഒരു എക്സ്ട്രാ സ്പേസിങ് ആഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ H1 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ടൈപ്പ് ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെഡിങ് ഓട്ടോമാറ്റിക് ആയിട്ടൊരു സ്പേസിങ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലും താഴെയും സ്പേസിങ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഹെഡിങ്ങിൻ്റെ ഡീഫാൾട്ടായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ബോഡിക്കും ഡീഫാൾട്ടായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പേസിങ് ആഡ് ചെയ്യുക. ഓക്കെ, സോ ഉള്ളിലേക്ക് സ്പേസിങ് ആഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. മാർജിൻ, പാഡിങ്, അത്തരം പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. ഇപ്പം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുവാണെങ്കിൽ, അതായത് നമ്മൾ ഹെഡിങ് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത്, അതായത് ഞാനിവിടെ ഹെഡിങ് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ സ്പേസിങ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിൻ്റെ മുകളിലുള്ള സ്പേസിങ് പോയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാ ഒരു സ്പേസിങ് വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഹെഡിങ്ങിൻ്റെ ഡീഫാൾട്ടായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് മുകളിലും താഴെയും കുറച്ച് സ്പേസിങ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ബോഡിക്കുള്ളൊരു ഡീഫാൾട്ട് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ആൾ 4 സൈഡ്സിലും, അതായത് 4 സൈഡിലും ഇതുപോലെ ഒരു ചെറിയ മാർജിൻ ആഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് റിമൂവ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. ബോഡിയുടെ മാർജിൻ 0 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. മാർജിൻ, പാഡിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു പ്രോപ്പർട്ടീസിനെ കുറിച്ച് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നും പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പം നമ്മൾ പഠിക്കേണ്ടത് ബോഡീൻ്റെക്കകത്ത് പെർസെൻറ്റേജ്. ഇപ്പം നമ്മൾ യൂണിറ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പെർസെൻറ്റേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 100% എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡിക്ക് എത്ര അധികം സ്പേസ് ഉണ്ടോ അത് മുഴുവനായിട്ട് എടുക്കും. ഓക്കെ, ഇനി നേരെ നമ്മൾ 50% എന്ന് കൊടുക്കുകയാണെങ്കിലോ, ഓക്കെ, 50% എന്ന് കൊടുക്കുമ്പോൾ കൃത്യം പകുതിയായിട്ടാണ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കൃത്യം പകുതിയായിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് വേറൊരു ഡിഫറൻസും കൂടി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പേജ് റീസൈസ് ചെയ്യുമ്പം അതിനനുസരിച്ച് ഇതിൻ്റെ വിഡ്ത്ത് കൂടി വരും. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ ഇപ്പം വിഡ്ത്ത് ചേഞ്ച് ആയിട്ട് നമ്മൾ ഇനീഷ്യലി കൊടുത്തുള്ള വിഡ്ത്ത് അല്ല. അതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് വീണ്ടും, ഞാനിത് ഒരു നന്നായിട്ട് ചെറുതാക്കാൻ പോവാണ്. ഓക്കെ, നന്നായിട്ട് ചെറുതാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് കറക്റ്റ് 50% ആണ് എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ പിക്സൽസിലാണ് വാല്യൂ കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ മോസ്റ്റ്ലി പേഴ്സൻറ്റേജിൽ വാല്യൂസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പിക്സൽസിൽ മാത്രമായിരിക്കും വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാൻ 50px എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ 50 പിക്സൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ പേജ് റീസൈസ് ചെയ്യുമ്പം ആ ഒരു പിക്സൽസിന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. സ്റ്റാറ്റിക് ആയിട്ട് എങ്ങനെയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഡീഫാൾട്ടായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞ യൂണിറ്റ്. ഓക്കെ, പേഴ്സൻറ്റേജ് യൂണിറ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റാണ്. ഇതൊന്നും നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് യൂണിറ്റ് അല്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനൊരു ജസ്റ്റ് പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അതിൻ്റെ അകത്തൊരു ഡമ്മി ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പാരഗ്രാഫ് വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ EM എന്ന് പറഞ്ഞ യൂണിറ്റാണ്. ഓക്കെ, EM എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതായത് റിലേറ്റീവായിട്ട് കൊടുക്കുന്ന യൂണിറ്റാണ് EM എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാനിവിടെ ഫോണ്ട് സൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഡബിൾ ആക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി EM പോലത്തെ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇത് HTML മോസ്റ്റ്ലി നമ്മൾ ഒരിടത്തും യൂസ് ചെയ്യുന്നില്ലാത്ത ഒരു യൂണിറ്റാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ P ടാഗിന് ഞാൻ ജസ്റ്റ് 2EM എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഫോണ്ട് സൈസ് ഞാൻ 2EM എന്ന് കൊടുത്തിട്ടുണ്ട്. 2EM എന്ന് കൊടുത്തപ്പം ഇതിൻ്റെ ഡബിൾ ആയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും ഇതിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ് എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ 1EM എന്ന് കൊടുക്കാൻ സാധിക്കില്ല. 1EM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ്, അതേ സൈസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ 1EM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ്. അതായത് ഇതിൻ്റെ കറണ്ട് സൈസ് എത്രയാണോ അത് × 2. ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ 30 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 30 × 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 60 ആവും. ഓക്കെ, അതാണ് EM എന്ന പ്രോപ്പർട്ടിയുടെ പ്രത്യേകത. കറണ്ട് സൈസ് എത്രയാണോ അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ 2EM 3EM എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3EM കൊടുക്കാം. പക്ഷേ 1EM കൊടുത്തിട്ട് പ്രത്യേകിച്ച് വല്ല കാര്യമൊന്നുമില്ല. കാരണം അതിൻ്റെ കറണ്ട് സൈസ് ഇപ്പോൾ 30px ആണെങ്കിൽ 30 × 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 30 തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ അതിൻ്റെ പേഴ്സൻറ്റേജ് ആ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ആക്കാനായിട്ടാണ് EM എന്ന് പറഞ്ഞ വാല്യൂസ് ഉപയോഗിക്കുക. അതിനിപ്പോൾ ഞാൻ 3EM എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വലുതായി പോകും. ഓക്കെ, ഇതുപോലെ വലുതായി വരും. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടീസ് മോസ്റ്റ്ലി നമ്മൾ എന്തിൽ ഉപയോഗിക്കത്തില്ല,
വെബ് ഡെവലപ്മെൻറ്റിൽ ഉപയോഗിക്കത്തില്ല. ഇത് മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിലാണ്. ഓക്കെ, ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ EMലായിരിക്കും വാല്യൂസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റിലേറ്റീവായിട്ട് അതിൻ്റെ ഫോണ്ട് സൈസ് വലുതാവും ചെറുതാവും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ പല സ്ക്രീൻ വിഡ്ത്തും സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, EMൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ യൂസറിന് അതിൻ്റെ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആൻഡ്രോയിഡിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ മോസ്റ്റ്ലി ആരും ചേഞ്ച് ചെയ്യാറില്ല. വെബ്സൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ നോർമലി എല്ലാവരും ഇതേ കറണ്ട് ഫോണ്ട് സൈസ് ഏതാണോ അതിൽ വെച്ച് തന്നെയാണ് റീഡ് ചെയ്യാറ്. ഓക്കെ, പക്ഷേ ആൻഡ്രോയിഡിൽ അങ്ങനെയല്ല. ആൻഡ്രോയിഡിൽ ചില യൂസേഴ്സ് അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് മാറ്റാറുണ്ട്. ഒക്കെ മോസ്റ്റ് കോമൺലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കുമ്പോൾ സ്റ്റൈല് മാറ്റുന്നു, ഫോണ്ടിൻ്റെ സ്റ്റൈല് മാറ്റി വെക്കുന്നു, ഡിവൈസിൽ ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈല് മാറ്റി വെക്കുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ EMൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, ആ ഒരു സൈസിൻ്റെ അതായത് ഫോണ്ട് സൈസ് മാറ്റുന്നതിനനുസരിച്ച് ആ ആപ്ലിക്കേഷനിലുള്ള ഫോണ്ട് സൈസും വലുതായി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പക്ഷേ പിക്സൽസിന് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക്കാണ്, എന്ത് ചെയ്താലും ചേഞ്ച് ചെയ്യത്തില്ല. യൂസർ വലുതാക്കിയാലും ചെറുതാക്കിയാലും ബാധിക്കുകയില്ല. ഓക്കെ, പക്ഷേ വെബ് ബ്രൗസറിലുള്ള ഫോണ്ട് സൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഫോണ്ട് സൈസ് മാത്രമല്ല, സാധാരണ യൂസറൊന്നും ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാറില്ല. ഇനി ചില സാഹചര്യങ്ങളിൽ യൂസേഴ്സ് സൂം ചെയ്ത് നോക്കാറുണ്ട്. ഓക്കെ, സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാലും നമ്മൾ സാധാരണ എല്ലാ കാര്യങ്ങളും വീഡിയോസ് ഇമേജസ് ഒക്കെ സൂം ചെയ്യുന്ന രീതിയിൽ തന്നെ ആ ഫോണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് സൂം ആയിക്കോളും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ EM എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി മോസ്റ്റ്ലി വെബ് ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്യാറില്ല. പിക്സൽസ് അതുപോലെ തന്നെ പെർസെൻറ്റേജ്, ഈ രണ്ട് കാര്യങ്ങളാണ് യൂസ് ചെയ്യാറുള്ളത്, പിക്സൽസും പെർസെൻറ്റേജും. ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, ഇഞ്ചസ് ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യാറില്ല. ഇവിടെ നമുക്ക് സെൻറ്റിമീറ്റർ കൊടുക്കാം, മില്ലിമീറ്റർ കൊടുക്കാം, ഇഞ്ചസ് കൊടുക്കാം. പക്ഷേ ആ പ്രോപ്പർട്ടീസിനൊക്കെ തന്നെ ചില ഡ്രോബാക്സ് ഉണ്ട്. ചില ബ്രൗസറിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം ആൻഡ്രോയിഡിലുള്ള ചില ബ്രൗസറൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള മിനി ബ്രൗസേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അത്തരം ബ്രൗസറിലല്ല എല്ലാ യൂണിറ്റുകളും സപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഉറപ്പായിട്ടും എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റുകളാണ് പിക്സൽസും പെർസെൻറ്റേജും എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും മസ്റ്റാണ്. ഇത് രണ്ടുമാണ് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു പിക്സൽസിൽ തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പെർസെൻറ്റേജ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഫോൺ സൈസിനൊന്നും ഒരു കാരണവശാലും പെർസെൻറ്റേജ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഭയങ്കരമായിട്ട് വലുതായി പോകും. യൂസർ ചെറിയ പേജിലാണ് ലോഡ് ചെയ്യുന്നതെങ്കിൽ ഫോണ്ട് സൈസ് ചെറുതായി പോകും. ഓക്കെ, അതുപോലെ തന്നെ വലിയ പേജിലാണ് ലോഡ് ചെയ്യുന്നതെങ്കിൽ ഫോണ്ട് സൈസ് ഭയങ്കരമായിട്ട് വലുതാവും. പിക്സൽസ് കൊടുത്താലുള്ള, അതായത് ഫോണ്ട് സൈസിൽ പിക്സൽസിൽ കൊടുത്താലുള്ള ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ സ്ക്രീനിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായി വരും, വലിയ സ്ക്രീനിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വലുതായി വരും. ഓക്കെ, സോ സാധാരണ ഇത്തരം ബോക്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ പെർസെൻറ്റേജ് ഉപയോഗിക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു ബോക്സ് ഇപ്പോൾ ഞാനിവിടെ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഡിവിഷൻ എനിക്ക് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ആക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ജസ്റ്റ് ഇതിൻ്റെ ബോർഡർ റേഡിയസ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, വിഡ്ത്തും ഹൈറ്റും 100 px എന്ന് തന്നെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, 100 px എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 100 px അല്ലെങ്കിൽ നമുക്കൊരു 500 px കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ കാണാൻ എളുപ്പമായിരിക്കും. ഓക്കെ, 500 px എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് പ്രോപ്പർട്ടീസ് മാത്രം ഉപയോഗിച്ച് എനിക്കൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് ഇവിടെ സ്ക്വയർ അല്ല, ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അത്ര സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് ബോർഡർ റേഡിയസ്. ഓക്കെ, ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡേഴ്സിനെ, അതായത് ഈ കോർണേഴ്സിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്നത്, അതായത് ഈ 4 കോർണേഴ്സിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാൻ പോവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ നമ്മൾ പിന്നീട് ബോർഡർ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ 10 px എന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു 115 px കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ബോർഡേഴ്സിൻ്റെ ഈ ഒരു കാര്യം ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കൃത്യം പകുതി വേണം. അതായത് ഇതിൻ്റെ കൃത്യം പകുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സർക്കിളാക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 500 ഇപ്പോൾ നമ്മൾ 675 എന്നൊക്കെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സർക്കിളാക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ കൃത്യം പാതി നമ്മൾ ഒന്നെങ്കിൽ കാൽക്കുലേറ്റർ മാത്സിൽ അത്ര ബെറ്റർ ഒന്നും ആയിട്ടില്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. പക്ഷേ അതിനേക്കാൾ സിമ്പിളായിട്ട് നമ്മളിവിടെ പേഴ്സൻറ്റേജിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സർക്കിളാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിവിടെ 50% എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പെർഫെക്റ്റ് സർക്കിളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ സർക്കിളിൻ്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടന്റ് വേണമെങ്കിലും വെക്കാം. അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ബോർഡർ റേഡിയസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഈ ബോർഡർ റേഡിയസ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പം ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സ്ക്വയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ സർക്കിളാക്കി മാറ്റാൻ സാധിക്കും. ഇതും ഇൻ്റർവ്യൂസിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിനെ ഒരു സർക്കിളാക്കി മാറ്റണം. ഓക്കെ, അങ്ങനെ മാറ്റണമെങ്കിൽ ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ ഇത് ബോർഡർ റേഡിയസിന് ഈ ഒരു പ്രോപ്പർട്ടി മാത്രമല്ല, നമുക്ക് ഡിഫറെൻറ്റ് ബോർഡേഴ്സ്, അതായത് 4 കോർഡിനേറ്റ്സിന് 4 ഡിഫറെൻറ്റ് സൈസ് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു 19px എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്, അതുപോലെ തന്നെ 20px എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ 2 സൈഡിലും, അതായത് ഈ മുകളിലും താഴെയും 90px പ്രോപ്പർട്ടി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 20px എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇവിടെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലെ ഇതൊക്കെ നമ്മൾ സാധാരണ വെബ്സൈറ്റൊക്കെ സ്റ്റൈൽ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നമ്മളിതുപോലെ ഷോർട്ട് ഹാൻഡ് ടേംസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 19px 20px എന്ന് പറഞ്ഞ 2 പ്രോപ്പർട്ടീസ്, ഇതുപോലെ നമുക്ക് 4 പ്രോപ്പർട്ടീസ് കൊടുക്കാം. അതായത് 4 സൈഡിന് 4 ഡിഫറെൻറ്റ് റേഡിയസ് വേണമെങ്കിൽ 4 പ്രോപ്പർട്ടീസും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ 3 സൈഡിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു 50px കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വലി ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ സൈഡ്സിനാണ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെ 90px വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 20px അല്ല, ഇവിടെ നമുക്ക് 50px വന്നിട്ടുണ്ട്. ഇവിടെ 20px ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതുപോലെ 4 സൈഡിന് 4 പ്രോപ്പർട്ടി കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ഒരു 150 കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. px ആഡ് ചെയ്യാൻ മറക്കരുത്. px ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസ് വരത്തില്ല. ഇപ്പോൾ 4 സൈഡിലും 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ബോർഡർ റേഡിയസ് 4 സൈഡിലും 4 ഡിഫറെൻറ്റ് ബോർഡർ റേഡിയസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇത്തരം ബോർഡർ റേഡിയസ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബോർഡറിൻ്റെ, അതായത് വേണമെങ്കിൽ നമുക്ക് സർക്കിളാക്കി മാറ്റാൻ സാധിക്കും. ഒറ്റ സിംഗിൾ പ്രോപ്പർട്ടി മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ സർക്കിളാക്കണമെങ്കിൽ നമ്മൾ പേഴ്സൻറ്റേജിലാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 50% എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു സർക്കിളായിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ 100% കൊടുത്താൽ എന്തായിരിക്കും വരുന്നത് നമുക്ക് നോക്കാം. 100% കൊടുത്തിട്ടുണ്ട്, ഒരു വ്യത്യാസം വന്നിട്ടില്ല, സർക്കിൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ താഴോട്ട് ഇനി പോകാൻ പറ്റത്തില്ല, കാരണം പെർഫെക്റ്റ് സർക്കിളാണ്, അതിൻ്റെ താഴോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇതാണ് ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ വേർഡ് ബ്രാ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു ബോക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ടെസ്റ്റ് വെച്ചിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് വേർഡ് ബ്രാ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ലെക്ചറിൽ പഠിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമിങ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.